അറിയൂ. എല്ലാവർക്കും നമസ്കാരം. തത്വമസി മഹാവാക്യ വിചാരത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു ചോദ്യം ചോദിച്ചത്, സ്വാമി തത്വമസി മഹാവാക്യം പറയുന്ന സമയത്ത് അതിൻ്റെ ആരംഭത്തിൽ ശബരിമലയും തത്വമസിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പിന്നീട് പറയാം എന്ന് പറഞ്ഞു. സ്വാമി മറന്നുപോയതാണോ? തത്വമസി മഹാവാക്യം പറയുന്ന സമയത്ത് പറയാം എന്നാണ് പറഞ്ഞത്. തത്വമസി മഹാവാക്യം ഉപദേശം തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് അത് പറയാത്തത്? അത് വിട്ടുപോയതാണ്. പിന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ഇതിൽ പറഞ്ഞിട്ടില്ല. മുമ്പ് ഏതോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സത്യത്തിൽ തത്വമസി മഹാവാക്യം ശബരിമല ക്ഷേത്രവുമായി അല്ലെങ്കിൽ അയ്യപ്പൻ്റെ എന്തെങ്കിലുമായിട്ടുള്ള ഏതെങ്കിലും പൂജാവിധിയുടെ ഭാഗമായിട്ടോ അങ്ങനെയുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. തത്വമസി മഹാവാക്യം സാമവേദ അന്തർഗതമായിട്ടുള്ള ചാന്തോക്യോപനിഷത്തിലെ ഉദ്ദാലകൻ എന്ന ഋഷി ശ്വേതകേതുവിന് നൽകുന്ന ഉപദേശമാണ്, ഉപദേശവാക്യമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ശബരിമലയിൽ വന്നു, മറ്റിടത്തൊന്നും കാണാത്തത്? സ്വാഭാവികമായിട്ടും പിന്നെ എല്ലാവരും തത്വമസിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുമുണ്ട്. അപ്പോൾ ഇത് എന്താണെന്നുള്ളതാണ്. ഇത് നമുക്കറിയാലോ. ശബരിമല ഒരു സമയത്ത് തീപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. തീപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു വലിയ വിവാദമായിട്ടുള്ള, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതറിയാൻ പറ്റും. അതിൻ്റെ കുറേ കേസുകളുടെ നാൾ വഴികളും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇത് തീപ്പെട്ടു പോയതിന് ശേഷം അതിൻ്റെ പുനരുദ്ധാരണം വളരെ ത്വരിതഗതിയിലും ഒക്കെ നടക്കുകയുണ്ടായി. നമ്മുടെ ഗുരുവായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമികൾ, സ്വാമിജി ഒരു ഈ ശബരിമല ക്ഷേത്രത്തിലൊക്കെ പോവാറുണ്ട്. അപ്പോൾ സ്വാമിജിയുടെ തന്നെ ഒരു ഡിവോട്ടി ആയിട്ടുള്ള ഈ എയർ ഇന്ത്യയിൽ അദ്ദേഹം ക്യാപ്റ്റനായിരുന്നു. കാളിദാസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. മലയാളിയാണ്. ബോംബെയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ചിന്മയ മിഷനുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. ചിന്മയാനന്ദ സ്വാമികളായിട്ടും വളരെ അടുപ്പമുള്ള ആളാണ്. ഈ ചിന്മയാൻ സ്വാമികളായിട്ടും വളരെ അടുപ്പമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഈ കാളിദാസ് ജിയൊക്കെ ഞങ്ങൾ ആശ്രമത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് വളരെ നല്ല അടുപ്പമുള്ള ഒരാളുമാണ്, അദ്ദേഹത്തിൻ്റെ ഓൾ ഫാമിലിയായിട്ട്. അപ്പോൾ ഈ സ്വാമിജിയുടെ റൂമിലേക്ക് കയറുന്നതിന് നമ്മൾ പറയുമല്ലോ, നോക്ക് ചെയ്യാതെ കയറാവുന്ന സ്വാതന്ത്ര്യമുള്ള ആളാണ്. അത്രയും അടുപ്പമുള്ള ആളാണ് കാളിദാസ് ജി. അപ്പോൾ ഈ കാളിദാസിനോട് സ്വാമിജി നിർദ്ദേശിക്കുന്നതാണ് തത്വമസി അവിടെ സമർപ്പിക്കാൻ. അങ്ങനെ അദ്ദേഹം വഴിപാടായിട്ട് സമർപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സമർപ്പണമായി ചെയ്യുന്നതാണ് ഈ ശബരിമല തീപ്പെട്ടതിന് ശേഷം സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെയൊക്കെ അയ്യപ്പക്ഷേത്രങ്ങളുണ്ടോ ആ അയ്യപ്പക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയ്ക്ക് 18-ാം പടി എന്നതുപോലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി മാറി ഈ തത്വമസി മഹാവാക്യം എന്ന് പറയാം. അപ്പോൾ അതൊരു വലിയ സ്വാമിജിയുടെ അഷ്ടോത്തര നാമാവലി ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു നാമമുണ്ട്, ഓം സത്യസങ്കല്പായ നമഃ എന്ന്. ഈ സത്യസങ്കല്പനാണ് ചിന്മയാൻ സ്വാമികൾ. സ്വാമിജി അങ്ങനെ ഇടപെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് സ്വാമിജിയുടെ പേരിലല്ല എന്നുള്ളതേ ഉള്ളൂ. സ്വാമിജി തുടക്കം കുറിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യം നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഭഗവത്ഗീത തന്നെ ഒരു ജ്ഞാനയജ്ഞമായി പബ്ലിക്കായിട്ട് ഈ ജ്ഞാനയജ്ഞം എന്നുള്ള ഒരു കൺസെപ്റ്റിന് ഒരു പുതിയ മുഖം നൽകിയിട്ടുള്ള ആളാണ്. കാരണം മദ്രാസിൽ സ്വാമിജി ആദ്യമായിട്ട് 51 സ്വാമിജി ഗീതാജ്ഞാന യജ്ഞം നടത്താൻ പൂനെയിൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുൻപിലായിരുന്നു ആദ്യത്തെ കേനോപനിഷത്ത് ജ്ഞാനയജ്ഞം. അത് കഴിഞ്ഞ് സ്വാമിജി വരുന്നത് ചെന്നൈയിലേക്കായിരുന്നു. ചെന്നൈയിൽ കുറച്ച് പേര് ആവശ്യപ്പെട്ട്, അപ്പോൾ അതിന് വലിയ
പ്രതിസന്ധികളുണ്ടായിരുന്നു. ചിന്മയാനന്ദ സ്വാമികൾ ഇദ്ദേഹം ഇത് പറയാൻ പാടില്ല, ഇദ്ദേഹം ആരാണ് എന്നുള്ളതാണ്, ബ്രാഹ്മണനല്ല എന്നുള്ളതും, മ്ലേച്ഛ ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷിലാണിത് സംസാരിക്കുന്നത് എന്നും, അങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടതല്ല ഇതെന്നും ഒക്കെയുള്ള വലിയ ഇൻകുലാബായിരുന്നു, അതായത് വലിയ പുകിലായിരുന്നു. പക്ഷെ അതിനെയൊക്കെ വകവയ്ക്കാതെയാണ് സ്വാമിജി വലിയൊരു എന്താ പറയുക സമരമുഖത്ത് എന്ന മട്ടിലാണ് അതവിടെ നിന്നത്. അന്നത്തെ ശങ്കരാചാര്യർ, വിജയേന്ദ്ര സരസ്വതി സ്വാമികൾ പറഞ്ഞു, നിങ്ങൾ പോയി കേൾക്കൂ അദ്ദേഹം എന്താ പറയുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം ആരാണ് അദ്ദേഹത്തിൻ്റെ ഗുരു ആരാണ്, സ്വാമി തപോവനത്തെക്കുറിച്ചൊക്കെ അറിയാം. അതുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്നത് സാക്ഷാൽ സരസ്വതിയാണ്, നിങ്ങളത് പോയി കേൾക്കൂ എന്നാണ്. അങ്ങനെ വലിയ, അപ്പോൾ ഈ ജ്ഞാനയജ്ഞം എന്ന പേരിൽ ഒരു പബ്ലിക് ഇതിൽ ആർക്ക് വേണമെങ്കിലും വരാം, വന്നിരുന്ന് ഇത് കേൾക്കാം എന്ന് പറയുന്ന സ്വാമിജി തുടങ്ങി വെച്ച ഒരു രാവിലെ 7 മണി മുതൽ 8 മണി വരെ ഒരു ഉപനിഷത്ത് ക്ലാസ്സും, അതുപോലെ വൈകിട്ട് 6 മുതൽ 8 മണി വരെ 7:30 8 1.5 മണിക്കൂറാണ്. 6:30 സ്വാമിജിയുടെ സമയം, 6:30 to 8. അപ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ചെന്മയ സൂര്യൻ ഉദിക്കുകയായി എന്നാണ്. ലോകത്ത് എവിടെയാണെങ്കിലും സ്വാമിജിയുടെ ഷെഡ്യൂൾ അതാണ്, ഈ പറഞ്ഞ സമയത്ത് ഗീതാജ്ഞാന യജ്ഞം തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വാമിജി ഒരു സത്യസങ്കല്പനാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഇങ്ങനെ ഇതവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അത് അദ്ദേഹം അതുപോലെ അത് ചെയ്യുന്നു. പിന്നെ അവർ രണ്ടുപേരും കൂടെ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. കാളിദാസ് അതിൻ്റെ മുന്നിലൊക്കെ ഒന്നുള്ള ഫോട്ടോ ഒക്കെ എടുക്കുകയും അതൊക്കെ ചിന്മയ മിഷൻ്റെ ആർക്കൈവ്സിലൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്താണ്, നമുക്ക് തോന്നുന്നു 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്, 3-4 വർഷങ്ങളായി ഇപ്പോൾ കാളിദാസ്ജി അദ്ദേഹം മരണപ്പെട്ടിട്ട്. നമ്മുടെ ആശ്രമത്തിലൊക്കെ അദ്ദേഹം, ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെ വരുമായിരുന്നു. പിന്നെ നമ്മൾ ബോംബെയിലൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. വളരെ നല്ല അടുപ്പമായിരുന്നു. വളരെ പണ്ട് നമ്മൾ ദൂരദർശനിൽ ഗീതാ പ്രഭാഷണം നടത്തുമ്പം ഈ കാര്യം പറഞ്ഞു. പിന്നെ അദ്ദേഹം നമ്മളടുത്ത് വന്ന് പറഞ്ഞു. ഒരുപാട് പേര് അതിന് ശേഷം അപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്, തത്വമസി അവിടെ എങ്ങനെയാണ് വന്നതെന്ന്. അതങ്ങ് ഇങ്ങനെ പറഞ്ഞത് അതും ഒരു ഗുരുദേവൻ്റെ സങ്കല്പമാണ്, ഇന്ന് ഗുരുദേവൻ ഇല്ല നമ്മളോടൊപ്പം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഇമോഷണലായി. അന്നത്തെ സ്വാമിജി അത് സമർപ്പിക്കാൻ പറഞ്ഞ സിറ്റുവേഷനും ആ കഥകളും ഒക്കെ അദ്ദേഹം സ്വാമിജിയോടൊപ്പം ചിലവഴിച്ച ഒരുപാട് നല്ല പല മഹാത്മാക്കൾക്കൊപ്പം ചിലവഴിച്ച നല്ല നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹത്തിന് കേൾക്കാൻ എപ്പോഴും ചുറ്റുവട്ടത്ത് ആളുണ്ടാവും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നന്നായിട്ട് പറയാൻ. അദ്ദേഹം പറയും, സ്വാമിജി ആള് ഭയങ്കരനാണ്. സ്വാമിജിയുടെ ഐറ്റിനറി എന്ന് പറയുന്ന ഒരു വർഷത്തെ പ്രോഗ്രാം ഉണ്ടാവും. അത് നേരത്തെ തന്നെ ഒരു ചെറിയ പുസ്തകമായിട്ട് പുറത്തു വരുന്ന ചെറിയൊരു ബുക്ക്ലെറ്റായിട്ട്, അത് ഒരു വർഷം സ്വാമിജിയുടെ പരിപാടി എന്താണ് എന്നുള്ളത്. അത് ന്യൂ ഇയറിൻ്റെ ഒരു ഭാഗമായിട്ട് അതുപോലെയാണ്. ന്യൂ ഇയറിന് മുമ്പേ വരും, വളരെ മുമ്പേ, നേരത്തെ തന്നെ ഡിസംബർ മുമ്പ് തന്നെ എല്ലാ സെൻറ്റേഴ്സിലേക്കും വരും. എല്ലാവർക്കും സ്വാമിജി അയച്ചു തരും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര് അതിനനുസരിച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ഷെഡ്യൂളൊക്കെ മൂപ്പരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ഇങ്ങനെ ഒന്ന് ഇത് ചെയ്യും, റീസ്ട്രക്ചർ ചെയ്യും. എന്നിട്ട് സ്വാമിജി പോകുന്ന ഫ്ലൈറ്റിൽ ആശാൻ എന്താ പറയുക ഡ്യൂട്ടി കിട്ടുന്ന വിധത്തിലൊക്കെ അത് പാകപ്പെടുത്തിയെടുക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അത് നടക്കാതെ പോവുകയും പിന്നെ അവസാനം നടക്കുന്നതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അത്രമാത്രം സ്വാമിജിയെ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ഗുരു ശിഷ്യ പാരസ്പര്യത്തിൽ ഒരു വലിയ ഒരു മാതൃകയായിട്ടുള്ള ഒന്നാണ് കാളിദാസ്ജിയും അതുപോലെ ചിന്മയാനന്ദ സ്വാമികളും. അപ്പോൾ അദ്ദേഹമാണ് ശബരിമലയിൽ ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതൊക്കെ ശബരിമലയുടെ റെക്കോർഡിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം, തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ ക്ഷേത്രങ്ങൾക്കും എല്ലാ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയ്ക്കും നമ്മളോട് പറയാനുള്ളത് അതാണ്. അയ്യപ്പന് നമ്മളോട് പറയാൻ അത് നീയാകുന്നു, അയ്യപ്പൻ അവിടുന്ന് നമ്മളോട് പറയുന്നത് പോലെ, അങ്ങനെ ആ സങ്കല്പത്തിലാണ് സ്വാമിജി പറഞ്ഞത്. അവിടെ വന്ന് ഇത്രയും അതിനൊരു ശബരിമലയിൽ സ്വാമിജി അതിനെക്കുറിച്ച് പറഞ്ഞതിനൊരു കാര്യമുണ്ട്. അപ്പോൾ ആ വ്രതം എങ്ങനെയാണ് വ്രതമൊക്കെ എടുത്ത് ആളുകൾ അവിടെ എത്തി അത് കാണുന്ന സമയത്ത് അത് നീയാകുന്നു, ഏത് ഞാനാകുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായിട്ടുള്ള കാരണം ഏതാണോ നീ അന്വേഷിക്കുന്നത്, ഏത് കാണാനാണ് നീ വന്നത് ഇത്രയും പണിപ്പെട്ടിട്ട്,
അത് നീ തന്നെയാണ്. നീ 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 അന്വേഷിച്ചത് ദൂരെയല്ല, തദ് ദൂരെ തത് അന്തികെ. അത് ദൂരെയാണ് ആർക്ക്? അന്വേഷിക്കാത്തവൻ. തതു അന്തികെ, അതടുത്താണ്. തതു സർവസ്യാസ്യ ബാഹ്യത, അതെല്ലാറ്റിൻ്റെയും പുറത്താണ്. സതു സർവസ്യാസ്യ അന്തഃ, അതടുത്താണ് എന്ന് പറയാം. തദേജതി, അത് ഇളകുന്നു. ന ഏജതി, ഇളകുന്നില്ല. ഈശാവാസ്യോപനിഷത്തിലെ മന്ത്രമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാമിജി ആ സങ്കല്പത്തിലാണ് പറഞ്ഞത്. അപ്പോൾ നീ അന്വേഷിച്ച് ഇത്രയും പ്രയത്നിച്ച് എത്തിച്ചേർന്ന് എന്ത് കാണാനാണോ അത് നീയാണ്. അത് നമുക്ക് തോന്നുന്നു ഇത്രയും മഹത്തരമായിട്ടുള്ള ഈ മഹാവാക്യത്തെ അതിഗംഭീരമായി പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. വേറെ ഒരു ക്ഷേത്രത്തിലും ഇങ്ങനെ മഹാവാക്യം കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ചിന്മയാനന്ദ സ്വാമികൾ ഒരു സത്യസങ്കല്പനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട്. നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്വാമിജിയെ ആദ്യമായിട്ട് കാണുന്നത്. 6ാം ക്ലാസ്സിൽ സ്കൗട്ട്സിൻ്റെ, നമ്മൾ സ്കൗട്ട്സിലുണ്ട്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ, സമരൻസിൽ. അപ്പോൾ സ്വാമിജി അവിടെ ഗീതാജ്ഞാന യജ്ഞം സ്വാമിജിക്ക് എല്ലാ വർഷവും പതിവാണ്. അപ്പോൾ നമുക്ക് അവിടെ ഞങ്ങളുടെ സ്കൗട്ട്സിൻ്റെ മാഷായിരുന്നു പത്മനാഭൻ മാഷ്. അദ്ദേഹത്തിന് ഞങ്ങൾ ഒരു ടൈറ്റിലൊക്കെ ഉണ്ട്, വിശ്വരൂപം. വളരെ സ്കെൽട്ടനായിട്ടൊരു മാഷാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്കൗട്ട്സിലെ കുട്ടികൾക്ക് ഡ്യൂട്ടി തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു 25 വയസ്സ് എന്തോ കിട്ടും അതിൻ്റെ പേരിൽ. അപ്പോൾ ഈ ഗേറ്റിൽ ഞങ്ങളിങ്ങനെ പാറാവ് നിൽക്കുക, യൂണിഫോമിൽ കാക്കി ട്രൗസറും ഷർട്ടൊക്കെ ഇട്ടിട്ട്, കാക്കി ഒരു യൂണിഫോമിൽ വിസിലൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് തൊപ്പിയൊക്കെ ഇട്ട് അങ്ങനെ യൂണിഫോമിൽ നിൽക്കുക. അപ്പോൾ പിന്നെ അവിടെ ഈ ഇതെന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയുടെ ഒരു ഭാഗവും അടുത്തും കൂടെയാണ്. അപ്പോൾ ഈ വെറുതെ ആവശ്യമില്ലാതെ ചില കയറി വരുന്ന ആളുകളൊക്കെ ഉണ്ട്. മാഷി ഞങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കയ്യിലും കൊണ്ടൊക്കെ കൊടുത്ത് ബീഡിയും വരച്ച് എന്താ പരിപാടി എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ അവരോടൊക്കെ പറയണം, ഇത് ഇംഗ്ലീഷിലാണ് പ്രഭാഷണം, ഇതിങ്ങനെയാണ്, ഗീതാജ്ഞാന യജ്ഞമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിയുന്നതും ആളുകളെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വാമിജി വരുമ്പോൾ സല്യൂട്ട് ചെയ്യണം, ഇതാണ്. അപ്പോൾ ഈ സ്വാമിജി താമസിക്കുന്നത് ചാലപ്പുറത്ത് നോർമൻ അച്ചുകൂടം എന്ന് പറയുന്ന നോർമൻ അച്യുതൻ നായരുടെ വീട്ടിലാണ്, ചാലപ്പുറത്ത്. അതൊക്കെ നമുക്കറിയാം. നമ്മൾ അതിലേ പോവുകയും വരികയും ചെയ്യുമ്പോൾ അവിടെ ആൾക്കൂട്ടമൊക്കെ കാണും, സ്വാമിജിയെ കാണാൻ വരുന്നവരും ഒക്കെ ആയിട്ട്. അപ്പോൾ സ്വാമിജി ഇങ്ങനെ ഒരു അംബാസഡർ കാറിലിങ്ങനെ വരുമ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്ത് നമ്മൾ സല്യൂട്ട് ചെയ്യുമ്പോൾ സ്വാമിജി ചിരിച്ചുകൊണ്ട് സല്യൂട്ട് ചെയ്യും. ആ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഈ ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ ഒരു നിയോഗം ഉണ്ടായി എന്നുള്ളതൊന്നും നമുക്ക് അന്നത്തെ ആ സല്യൂട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കും, എന്തിനാണ് ഇദ്ദേഹം ഇത്ര ബഹളം ഉണ്ടാക്കിയിട്ടൊക്കെ സംസാരിക്കുന്നു. ഭയങ്കര ശബ്ദത്തിലൊക്കെ കേൾക്കാം, അപ്പോൾ ആൾക്കാരുടെ ചിരിയൊക്കെ. ചിലപ്പോൾ ഞങ്ങളവിടെ കുറച്ച് സമയമൊക്കെ നിൽക്കുമ്പോൾ മാഷും ചിലപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് വരാനൊക്കെ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ സ്വാമിജിയെ കാണൽ. അങ്ങനെ പിന്നെ ഇതാ മിഷനിൽ പഠിക്കുന്നു. ഇപ്പോഴും മിഷനിൽ ഔദ്യോഗികമായിട്ട് ചിന്മയ മിഷനിലല്ല പ്രവർത്തിക്കുന്നതെങ്കിലും മിഷനിൽ തന്നെയാണ്. നമ്മൾ ഒരിക്കലും അതിൻ്റെ ഒരു പുറത്ത് പോയി എന്ന് കാണുന്നത്. കാരണം മിഷനിൽ ഇരിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് പ്രവർത്തനങ്ങൾ. അപ്പോൾ ആ സ്വാമിജിയുടെ സത്യസങ്കല്പത്തിൽ നിന്നാണ് ഈ തത്വമസി മഹാവാക്യം ശബരിമലയിൽ ഇതുണ്ടാവുന്നത്. ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞപ്പോഴും ഞങ്ങളുടെ ആചാര്യനായിട്ടുള്ള ആത്മചൈതന്യജി അദ്ദേഹം ഞങ്ങളായിട്ട് ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ട് സ്വാമിജി പറഞ്ഞു നമുക്ക് ശബരിമലയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. അത് നമുക്ക് നല്ല ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഞങ്ങളുടെ ശബരിമല യാത്ര. പിന്നെ എത്രയോ തവണ നമ്മൾ പോയിട്ടുണ്ട്. ഇതാണ് തത്വമസിയും ചിന്മയാനന്ദ സ്വാമികളും ആ ബോർഡും തമ്മിലുള്ള ബന്ധം. ഇതെന്നാണ് സ്വാമി തത്വമസി തീരുക എന്നും ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഈ ചോദിച്ച ആളുടെ ചോദ്യമാണ്. ഇതിൽ ഇനി 5 ഖണ്ഡങ്ങളും കൂടെ ബാക്കിയുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങൾ അതുകൂടെ കഴിയുമ്പോൾ തത്വമസി മഹാവാക്യം എന്ന് പറയുന്ന ഈ ഭാഗം അവസാനിക്കുന്നു. തൊട്ട് മുമ്പ് പറഞ്ഞത് ഒരു മഹാവൃക്ഷത്തിൻ്റെ, ഇനി നിങ്ങളുടെ ശ്രദ്ധയെ തത്വമസി മഹാവാക്യത്തിലേക്ക് ക്ഷണിക്കുന്നു. ഒരു മഹാവൃക്ഷത്തിൻ്റെ ഈ അടിഭാഗവും മധ്യഭാഗവും മുകൾ ഭാഗവും ഛേദിക്കുന്നുവെങ്കിൽ
അതിൻ്റെ ജീവൻ്റെ ലക്ഷണമായിട്ടുള്ള ജീവൻ സ്രവേത് എന്ന് ഉദ്ദാലകൻ പറഞ്ഞു. അതിലേതെങ്കിലും ഒരു ശാഖ ഉണങ്ങിയാൽ, ആ ജീവൻ അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ശാഖ ഉണങ്ങും. ഇനി ആ വൃക്ഷം തന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ വൃക്ഷമാണ് ഉണങ്ങുന്നത്. ജീവോ ന മ്രിയതേ എന്ന വലിയൊരു തത്വം പറയുന്നുണ്ട്. അപ്പോൾ ഉദ്ദാലകൻ പറഞ്ഞു വയ്ക്കുന്നത്, ഹേ ശ്വേതകേതോ, നീയും ഞാനുമൊക്കെ ഈ ഒരു മഹാവൃക്ഷത്തിൻ്റെ 2 വൃക്ഷങ്ങളുണ്ട്. ഒന്ന് ഈ വിശ്വമാകുന്ന മഹാവൃക്ഷം. അങ്ങനെ വിശ്വത്തെ മഹാവൃക്ഷമായിക്കൊണ്ട് വേദാന്ത ശാസ്ത്രത്തിൽ തത്വത്തെ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു രീതിയാണ്. ഇപ്പോൾ ഭഗവാൻ ഗീതയിൽ ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത് എന്ന് പറയുന്ന 15-ാം അധ്യായത്തിലെ പുരുഷോത്തമ യോഗം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. കഠോപനിഷത്തിലേക്ക് വരുമ്പോൾ ഊർധ്വമൂലം അവാക്ഷാഖ യേശോശ്വത്ഥ സനാതന എന്ന് പറഞ്ഞുകൊണ്ട് യമധർമ്മൻ നചികേതസിന് ഉപദേശം കൊടുക്കുമ്പോൾ, അപ്പം വൃക്ഷത്തെ സാദൃശ്യപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തെ സ്തുതിക്കുന്ന സമയത്ത് തന്നെ വൃക്ഷത്തിനുള്ള സ്തുതി അങ്ങനെയാണ്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമഃ എന്നാണ്. അശ്വത്ഥവൃക്ഷത്തെ വന്ദിക്കുന്നതാണ്. മൂലതോ ബ്രഹ്മരൂപായ, അടിഭാഗം എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. മധ്യതോ വിഷ്ണുരൂപിണി, അതിൻ്റെ മധ്യഭാഗം വിഷ്ണുവാണ്. അഗ്രത ശിവരൂപായ, മുകൾ ഭാഗം ശിവനാണ്. അങ്ങനെയുള്ള വൃക്ഷരാജാവിന് എന്ന് പറയുമ്പോൾ ഈ അശ്വത്ഥവൃക്ഷത്തിൻ്റെ കാര്യത്തിലല്ല, സകലതും പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഒരു മണൽത്തരിയും ഈ വിശ്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതാണ് വേദാന്തത്തിൽ നമ്മൾ പറയുന്ന വ്യഷ്ടി സമഷ്ടി എന്ന ഒരു സങ്കല്പം. എന്താണോ വ്യഷ്ടി അത് തന്നെയാണ് സമഷ്ടി. അതിൻ്റെ ഒരു നമ്മൾ പറയില്ലേ, മൈക്രോകോസം മാക്രോകോസം, ഇതാണ് വ്യഷ്ടിയും സമഷ്ടിയും. അപ്പോൾ തൻ്റെ തൊട്ട് മുൻപിലുള്ള ഒരു വൃക്ഷത്തെ കാണിച്ചുകൊണ്ടാണ് ഉദ്ദാലകൻ പറയുന്നത്, ഹേ ശ്വേതകേതോ, ഈ വൃക്ഷം നശിച്ചാലും എന്ത് നശിക്കുന്നില്ല? ജീവൻ നശിക്കുന്നില്ല. അങ്ങനെയാണ്. നമ്മുടെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് എന്തെന്ത് ജീവജാലങ്ങൾ വംശനാശം സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാലോ. നമ്മൾ പഠിക്കുന്ന ചെറിയ ക്ലാസ്സിൽ ഡിനോസറസുകളെക്കുറിച്ചൊക്കെ, അത് വംശനാശം വന്നിട്ടുള്ള ജീവജാലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. വംശനാശം സംഭവിച്ച ജീവജാലങ്ങളെ എങ്ങനെയാണ് ഇനി നമുക്ക് വീണ്ടും അതിനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോൾ പുതിയ പുതിയ ശാസ്ത്രത്തിൻ്റെ സമീപനവും ശാസ്ത്രത്തിൻ്റെ വെളിപ്പെടുത്തലും ഒക്കെ നമുക്ക് അങ്ങേയറ്റം ആനന്ദം തരുന്നതാണ്. ഇപ്പോൾ ജീവനെക്കുറിച്ച് പറയുമ്പം അത് ഒരു സ്പന്ദനം എന്നുള്ള നിലയിൽ, ഈ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുക, ഓടുക, ചാടുക എന്നുള്ളത് മാത്രമല്ലല്ലോ. ഈ വൃക്ഷത്തെക്കുറിച്ച് തന്നെ പറഞ്ഞതാ, പേപീയമാനഹ മോദമാനഹ തിഷ്ഠതി എന്നാണ്, അല്ലേ? ജലം കുടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുന്നു എന്നാണ്. ഈ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ള ഇതായിട്ടാണ് ഇതിനെയൊക്കെ നമ്മുടെ ഉപനിഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ആധുനിക ശാസ്ത്രം പോലും ഇപ്പം എന്താ പറയുന്നത്, ഒരു മണൽത്തരിക്ക് പോലും ഒരു എൻറ്റിറ്റി, അതിനൊരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നിടത്ത് അതിനൊരു ജീവഭാവമുണ്ട് എന്നാണ്. അപ്പം നമ്മൾ ഈ ഇളകുന്നത് ഇളകാത്തത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ആ വേദാന്തത്തിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, സ്ഥാവര ജംഗമെന്ന്. പക്ഷെ അത് എന്താ പറയുക, ഇതില്ല എന്നുള്ളതല്ല. കാരണം ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയുണ്ട്, ഈശാവാസ്യം ഇതം സർവം എന്നുള്ളത്. അതിന് ഏറ്റക്കുറച്ചിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ശ്വേതകേതോ, നീയും ഞാനും നീയും ഒക്കെ ഈ വിശ്വത്തിൻ്റെ മഹാവൃക്ഷത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഇലയാകുന്ന ഒരു നാമ്പാണ്. അങ്ങനെയാണ് ഈ നമ്മുടെ നാശത്തിൽ എന്ത് നശിക്കുന്നില്ല? ജീവൻ നശിക്കുന്നില്ല. അതിനാണ് നമ്മൾ ഇന്നലെ ചിത്രകേതു ഉപാഖ്യാനത്തിൽ ജീവൻ സംസാരിക്കുന്നത് പറഞ്ഞത്. അപ്പം ജീവൻ എന്ത് ചെയ്യുന്നില്ല? ജീവന് നാശമില്ലാത്തതാണ്. അതിനെയാണ് നമ്മൾ ഗീതയിലെ അച്ഛേദ്യം അദാഹ്യം അക്ലേദ്യം അശോഷ്യം നിത്യം സർവഗതം സ്ഥാണുഹു അചലം സനാതന എന്ന് പറഞ്ഞത്.
ഇനി ശ്വേതകേതുവിനെ ഒരു ഉദാഹരണ സഹിതം അവനോട് ഒരു പരീക്ഷണത്തിന് അവനെക്കൊണ്ട് തന്നെ എങ്ങനെയാണോ നമ്മൾ ലബോറട്ടറിയിൽ ഓരോന്നും കീറിമുറിച്ച് കോശങ്ങളെക്കുറിച്ചൊക്കെ കീറിമുറിച്ച് പഠിക്കുന്നത്, അത്തരത്തിലൊരു പരീക്ഷണത്തിന് ശ്വേതകേതുവിനെ ഉദ്ദാലകൻ നിയോഗിക്കുന്നു. നോക്കാം നമുക്ക് എന്താണ്. 12ാമത്തെ ഖണ്ഡം 1ാമത്തെ മന്ത്രം. ന്യഗ്രോദഫലമാഹരേതി ഇദം ഭഗവ ഇതി ബിധ്നീതി ഭിന്നം ഭഗവ ഇതി കിമത്ര പശ്യതി ഇതി അണ്വ്യ ഇവേമാ ധാന ഭഗവ ഇതി ആസാം ഏകൈകാം ബിധ്നീതി ഭിന്ന ഭഗവ ഇതി കിമത്ര പശ്യസി ഇതി ന കിഞ്ചന ഭഗവ ഇതി തം ഹോവാച യം വൈ സൗമ്യ ഏത അണിമാനം ന നിഭാലയസ ഏതസ്യ വൈ സൗമ്യ ഏഷാ അണിംന ഏവം മഹാൻ ന്യഗ്രോദഃ ശ്രദ്ധസ്വ സൗമ്യേതി. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ് ഉദ്ദാലകൻ ശ്വേതകേതുവിനെ കൊണ്ട് തന്നെ നടത്തിക്കുന്നത്. എന്തൊരു ഗംഭീരമായ പഠിപ്പിക്കലാണെന്ന് നോക്കൂ. ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് കുട്ടികളെ. ഓരോരോ വിഷയങ്ങളും നമ്മൾ ക്ലാസ് റൂമിൽ ഇരുത്തിയിട്ടാണ് അമ്പിളിമാമനെന്നും ചന്ദ്രനെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു പൂർണ്ണചന്ദ്രനൊക്കെ ഉള്ള ദിവസം കുട്ടികളെ ക്ലാസ്സിലേക്ക് ടീച്ചർ വിളിച്ച് ഈ പൂർണ്ണചന്ദ്രനെ കണ്ട് ഏതെങ്കിലും സ്കൂളിൻ്റെ തന്നെ ടെറസിൻ്റെ മുകളിൽ പോയി അവരതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ മലർന്ന് കിടന്ന് ചന്ദ്രനെ കാണാൻ അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഒക്കെ വളരെ രസമാണ്. എത്രയോ സ്കൂളുകളുണ്ട്, റെസിഡൻഷ്യലാണ്, ഹോസ്റ്റലുണ്ട്. ഏതു നേരം ക്ലാസ് റൂം ഈ ഭിത്തിക്കുള്ളിൽ തന്നെയാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല നമ്മൾ പറയുന്നത്. എല്ലാ സ്കൂളും അങ്ങനെയല്ല, എല്ലാ ടീച്ചേഴ്സും അങ്ങനെയല്ല. കുട്ടികൾക്കാണെങ്കിലോ അതൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള പഠനങ്ങൾ ഒരു ക്ലാസ് അങ്ങനെ അവർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് അത് ഒരിക്കലും മറക്കില്ല. ഇവിടെ അങ്ങനെയുള്ള പരീക്ഷണങ്ങളാണ്. എന്താ ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയണത്? ടാഗോറിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു വെളിപ്പെടുത്തലുണ്ട്. ടാഗോർ ഈ ഹൗസ് ബോട്ടിൽ തടാകത്തിൽ പോയിരുന്നിങ്ങനെ ഒരു കവിത എഴുതുകയെന്ന് ഇതോ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വിളക്കുണ്ടായിരുന്നു. അപ്പോൾ കാറ്റുകൊണ്ട് വിളക്കണഞ്ഞു പോയി. അപ്പോൾ നോക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ അങ്ങനെ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുക. അപ്പോൾ മൂപ്പര് പിന്നെ ആ ചന്ദ്രൻ്റെ നിലാവിൽ എഴുതി എന്നാണ് പറയുന്നത്. ഞാൻ എന്തൊരു മണ്ടനാണ്, ഇങ്ങനെ എന്താ പറയുക, ചന്ദ്രനെക്കുറിച്ച് എന്തുവാണ് എഴുതാൻ മൂപ്പര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ എൻ്റെ മുന്നിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എഴുതാൻ, ഞാൻ ഇതിനെക്കുറിച്ച് അറിയാൻ, വായിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. ഇത് പ്രത്യക്ഷനായിട്ട് നമുക്ക് അതിൻ്റെ ശീതളിമയും അതിൻ്റെ പ്രകാശവും അതിൻ്റെ പ്രകാശകിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്ന് പതിയുന്നത് നമുക്ക് കാണാം, അതനുഭവിക്കാം, അതിൻ്റെ ശീതളിമ. അപ്പോൾ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന അറിവുണ്ട്. ഉപനിഷത്തിൻ്റെ വഴി അതാണ്. അപ്പം ഇതിൽ അങ്ങനെ ഒരു പരീക്ഷണത്തിലേക്ക് പറയുന്നത് ന്യഗ്രോധ ഫലം അത ആഹരേതി. ഇതിൽ നിന്ന് മോനെ ഈ മരത്തിൽ, അപ്പോൾ ഇവരൊരു വലിയ ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ഇരുന്നിട്ടാണ് ഈ കഥയൊക്കെ പറയുന്നത്. ഇതിൽ നിന്ന് നീ ഒരു ന്യഗ്രോധ ഫലം, ഇതിൻ്റെ ഒരു ഫലത്തെ, കായയെ നീ എടുക്കും. ആഹര ഇതി, അതിനെ ആഹരിക്കൂ, കൊണ്ടുവരൂ എന്നാണ്, ശാപ്പിടൂ എന്നല്ല.
ഭഗവ ഇതം ഇതി. അച്ഛാ, ഇതാ ഞാൻ എടുത്തിരിക്കുന്നു. അപ്പോൾ ഒരാൽ വൃക്ഷത്തിൻ്റെ വിത്താണ്. അതെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉരുണ്ട് ചുണ്ടങ്ങ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒന്നാണത്. അല്ലെങ്കിൽ നിങ്ങളത് ആൽവൃക്ഷത്തിൻ്റെ വിത്തൊക്കെ കാണാത്തവരുണ്ട്, നിങ്ങൾ എടുക്കണം. ഈ അമ്പലപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് പൂത്ത് കായയാവുന്ന സമയത്ത് കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഈ ചെറിയ ഈർപ്പമുള്ളിടത്ത്, ഈ പ്രത്യേകിച്ച് പൈപ്പ് ലൈനൊക്കെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്കൊക്കെ വരുന്നിടത്ത് ഒരു ചെറിയ ലീക്കൊക്കെ വാട്ടർ ഒരു ഇതൊക്കെ കുറച്ച് കിട്ടുകയാണെങ്കിൽ ആ സൈഡിലൊക്കെ ഇവന്മാർ മുളച്ചിരിക്കുന്നത് കാണാം. ആൽവൃക്ഷം അങ്ങോട്ട് കയറും, വെട്ടി ഇതാക്കുന്നില്ല, അനുവദിക്കുകയാണ് മൂപ്പരെ വളരാനെങ്കിൽ മൂപ്പര് അവിടെ വലിയൊരു വൃക്ഷമായി തീരും. ഈ ബിൽഡിങ്ങിനെ തന്നെ അവൻ എന്താ പറയുക ശരിയാക്കി കളയും. അത്ര സ്ട്രോങ് ആണ് ആശാൻ. ഇതെങ്ങനെയാണ് അവിടെ എത്തുന്നത്? ഇവിടെ കൊണ്ട് ആരെങ്കിലും നട്ടതാണോ? ആരാ ഇത് ഇവിടെ എത്തിയത്? ആരാ ഇവിടെ അതിനെ എത്തിച്ചത് എന്ന് ചോദിച്ചാൽ അതിനെ എത്തിക്കുന്ന ഒരു വിദ്വാനുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ കിളികളാണ്. കിളികൾ ഇത് ശാപ്പിടും. എന്നിട്ടോ അവരവർ ശാപ്പിടും. അതിൻ്റെ ഉള്ളിൽ പൾപ്പുണ്ട്. എല്ലാ പഴങ്ങൾക്കും ഉള്ളതുപോലെ അതിൻ്റെ ഉള്ളിലും ഉണ്ട് പൾപ്പ്. ആ പൾപ്പ് ടേസ്റ്റ് ഉള്ളതാണ് അവർക്ക്. അത് കിട്ടാൻ വേണ്ടിയാണ് അത് ശാപ്പിടുന്നത്. ശാപ്പിട്ട് കഴിഞ്ഞാൽ ഇതെന്താവും? അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ദഹന പ്രക്രിയയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചുവല്ലോ. അതിൻ്റെ സ്തവിഷ്ട എന്താണ്? പുരീഷം ഭവതി. മലമായിട്ടും മൂത്രമായിട്ടും വിസർജ്യമൊക്കെയായിട്ട് തീരും. അപ്പോൾ അത് ആ പക്ഷിയുടെ വയറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണോ ഇരിക്കുക? അല്ല, അത് പുറത്തേക്ക്. അപ്പോൾ അത് എവിടെ ഇരുന്നാണോ കാഷ്ടിക്കുന്നത് അതിൻ്റെ ആ കാഷ്ടം പോയി വീഴുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ കാഷ്ടത്തിൽ എന്തുണ്ടാവും? ഈ വിത്തുണ്ടാവും. നല്ല പാകമായിട്ടുള്ള വിത്തായിരിക്കും. അപ്പോൾ ഈ വിത്തിനെ സൃഷ്ടിച്ച് മൂപ്പര് ഈ പക്ഷിയുടെ വയറ്റിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഇല്ലാണ്ടാവുന്ന വിധത്തിലൊന്നും അല്ല. അതുകൊണ്ട് പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഈ ചക്കയൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ചെറിയ നാട്ടുമാങ്ങയൊക്കെ കഴിക്കുമ്പം പറയും, എടാ അതിൻ്റെ ആ അണ്ടി വിഴുങ്ങി പോണ്ട, അല്ലെങ്കിൽ കുരു വിഴുങ്ങി പോണ്ട, എന്താണ് മുളയ്ക്കുമെന്ന് പറയും വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ പേടിയോ? കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ഉണ്ട്. എന്നിട്ട് ഇത് സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കും, ഇങ്ങനെ മുളയ്ക്കുമോ എന്ന്. അപ്പോൾ അവർ പറയും അങ്ങനെ മുളച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് മുളച്ചിട്ട് ഇങ്ങനെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വേര് വന്നു, ഇല വന്നു, കൊമ്പ് വന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഓരോ വിദ്വാന്മാരുണ്ട് ഓരോന്നൊക്കെ പറയാം. അപ്പോൾ പിന്നെ നമുക്ക് പേടിയാവാൻ തുടങ്ങും അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് കുട്ടികളോട് കഴിക്കുമ്പോൾ ഇതൊക്കെ വിഴുങ്ങി പോകാതിരിക്കാനുള്ള ശ്രദ്ധയ്ക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പണ്ട് നമ്മളൊക്കെ അത് ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് ഇങ്ങനെയുള്ളതിലൊന്നും അവർ വീഴില്ല. അവരപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ അവർ ആ ChatGPT ചോദിക്കും, ഞാനിങ്ങനെ ഒരു ചക്കക്കൂര് വിഴുങ്ങിയാൽ അത് ഉള്ളിൽ നിന്ന് മുളയ്ക്കുക. ChatGPT പറഞ്ഞു കൊടുക്കും എന്താ സംഭവിക്കുക എന്ന്. അപ്പോൾ അവർക്കിപ്പോൾ കിട്ടാനുള്ള കുറേ സോഴ്സൊക്കെ ഉണ്ട്, അതിൻ്റെ വിവരങ്ങളൊക്കെ കറക്റ്റായിട്ട്. അങ്ങനെ അവരെ വീഴ്ത്താൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതിലെ ഒരു വിത്തിന് നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഒന്ന് ചുണ്ടങ്ങിയ പോലെ ഉണ്ടാവും. ഈ ചുണ്ടങ്ങിയ പോലുള്ള ഒരെണ്ണത്തിനെയാണ് ഇദ്ദേഹം എടുക്കാൻ പറഞ്ഞത്. അവൻ അതിനെ എടുത്തു. എന്നിട്ട് അവനോട് എന്താ പറഞ്ഞതെന്നറിയോ? അതിനെ നീ എന്ത് വേണം? പൊളിക്കണം, അതിനെ ഛേദിക്കും. അപ്പോൾ അവൻ ഛേദിച്ചു. ഭഗവ ഭിന്നമിതി, ഞാനതിനെ ഭിന്നമാക്കി. അത്ര കിം പശ്യസി ഇതി, നീ അവിടെ എന്താ കാണുന്നത്? അപ്പോൾ ആ ചുണ്ടങ്ങിയ പോലത്തെ ഒന്നിനെ എടുത്ത് അവൻ നേർപകുതിയാക്കി. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ അതിലെന്ത് കാണുന്നു? ഭഗവ അണ്യ ഇവ ഇമ ധാന ഇതി. ഭഗവാനെ, അച്ഛാ, ഞാൻ അതിൽ ഈ ചെറിയ അണുക്കളെ പോലുള്ള അനേകം തരിയായിട്ടുള്ള വിത്തുകളെ കാണുന്നു. അതെ, ഒരു വലിയ മഹാവൃക്ഷമാകുന്ന ഈ ആൽവൃക്ഷത്തിൽ ഒരു വിത്ത് എടുത്തു കഴിഞ്ഞാൽ, ചെറിയ ഒരു ചുണ്ടങ്ങ പോലുള്ള ആ വിത്ത് എടുത്തു കഴിഞ്ഞ് അതിനെ ഛേദിച്ചു കഴിഞ്ഞാൽ അതിൽ അനേകം ആയിരക്കണക്കിന് വിത്തുകളുണ്ടാവും അതിൻ്റെ ഉള്ളിൽ.
ഇത്രയും വലിയ വൃക്ഷത്തിൻ്റെ വിത്തിരിക്കുന്നതിൻ്റെ ഒരു ഈ സ്വഭാവം തന്നെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഇവന് കൊടുക്കുന്ന ഉദാഹരണം തന്നെ നോക്കൂ. എന്തിനാ ഈ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ പോയിരുന്നത്? വേറെ ഒരു ഇതിലും ഇത്രയും ചെറിയ വിത്ത്, ഇത്രയും വലിയ മരത്തിന് ഇത്രയും ചെറിയ വിത്ത് എന്ന് പറയുന്നത് തന്നെ ഭഗവാൻ, ഈ പ്രകൃതി, പ്രപഞ്ചേശ്വരൻ നമ്മളെ ചിലത് പഠിപ്പിക്കുന്നുണ്ട്. അണോഹോ അണിയാൻ മഹതോ മഹിയാൻ എന്ന് പറയുന്നു. ഈ ഉദാഹരണം നമുക്ക് ഇതിലെ 9 ഉദാഹരണങ്ങൾ പറയുന്നതിൽ എല്ലാം എന്താ പറയുക, കിടിലൻ ഉദാഹരണങ്ങളാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷേ ഇത് കിടിലോസ് കിടിലം എന്ന് പറയേണ്ടി വരും. അജ്ജാതിയാണ് ഇത് നിങ്ങൾ ഒരിക്കലും ഇത് മനനം ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ഈ ആൽവൃക്ഷം ഉണ്ടോ, ഈ ആൽവൃക്ഷത്തിൽ ഇത് കാണുന്നു, അല്ലെങ്കിൽ ഏതൊരു വിത്ത് കാണുമ്പോഴും നമുക്ക് ഉടനെ ഇത് വരും നമ്മുടെ സ്മരണയിൽ. നോക്കൂ, ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തെ, അതായത് ഈശ്വരൻ എന്ന് നമ്മൾ പറയുന്ന അതാണല്ലോ, അതിനെ സ്മരണ വരേണ്ടത് ഈ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ ഭണ്ഡാരക്കുറ്റി കാണുമ്പോഴോ ഒരു ബോർഡ് കാണുമ്പോഴോ ഒന്നുമല്ല. അവിടെയൊക്കെ നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾ തല കുമ്പിടുന്നതിൽ നിങ്ങൾക്ക് നമ്മളാരും വിമർശിക്കാനും ഇതിനൊന്നും വേണ്ടി പറയുന്നതല്ല. പക്ഷേ നിങ്ങൾ മാറേണ്ടതുണ്ട്. നിങ്ങളെന്താ അയ്യോ ഭഗവാനെ കാര്യങ്ങൾ നടക്കണേ എന്ന് പറയാനുള്ള കേവലം ഒരു കൈക്കൂലിക്കാരൻ, എന്താ പറയുക, ഏറ്റവും തരം താണ കൈക്കൂലി വാങ്ങി കാര്യങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ഇങ്ങനെയൊക്കെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിട്ടുള്ള ഈശ്വരനെ നിങ്ങൾ കരുതുന്നത്. അങ്ങനെ അതിനെ ഒന്ന് സലാം വയ്ക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ മനോബുദ്ധി തന്നെ ഒന്ന് മാറും. എന്നിട്ടോ നമ്മുടെ ചിന്തകൾക്ക് കുറേയും കൂടെ വിസ്താരം ഉണ്ടാവും. അപ്പം നിങ്ങളെ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഈ പറഞ്ഞ പൈപ്പ് ലൈനിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ തന്നെ അവിടെയോ അല്ലെങ്കിൽ അയൽ വാടകയ്ക്കൊന്നും കൊടുക്കാതെ ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് ഇതിങ്ങനെ കയറി എന്താ പറയുക ഇവന്മാർ സാമ്രാജ്യം ഉണ്ടാക്കുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ അത്ഭുതപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വൃക്ഷമാണിത്. വേറെ ഒരു വൃക്ഷത്തിലും ഇങ്ങനെ കാണില്ല. മാങ്ങയുടെ അണ്ടിക്കൊക്കെ അത്യാവശ്യമെങ്കിലും വലുപ്പമുണ്ട്. ഇതോ അണു നമ്മൾ ഈ തലയിൽ പേനുണ്ട്, പേനിന് കുറച്ച് വലുപ്പം ഉണ്ടാവും. ഈര് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിൻ്റെ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. അത് തീരെ പിടുങ്ങുകളാണ്. അപ്പോൾ അതിനെങ്ങനെ ഈ അമ്മമാരൊക്കെ പണ്ട് ഇങ്ങനെ ഈ നഖത്തിൽ വെച്ച് ഇങ്ങനെ പൊട്ടിക്കുകയൊക്കെ ചെയ്യും എടുത്തിട്ട്. നമ്മൾ തലയൊറിയുമ്പോൾ ഇവിടെ വാടാ നോക്കട്ടെ നിൻ്റെ തലയിൽ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇതൊക്കെ ശല്യമൊക്കെ കൂടുമ്പോൾ ഈവൻ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കും ഇത് പുറത്തിയാടാൻ. എന്നിട്ട് ചീപ്പോണ്ടൊക്കെ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ താഴെ വീഴുക. പണ്ടത്തെ വിദ്യകളാണ് ഇതൊക്കെ. അപ്പോൾ ഇവന്മാരെ കാണാം, ചെറുതും വലുതും ഒക്കെ. ഇതൊക്കെ പകരുന്നതാണ് ഈ ക്ലാസ് റൂമിൽ നിന്നും ഒക്കെ. ആർക്കെങ്കിലും വീട്ടിലൊരാൾക്കുണ്ട് ഇതെല്ലായിടത്തും കിട്ടും, എല്ലാവർക്കും കിട്ടിക്കോളും. അപ്പം ഇവിടെ അങ്ങനെ ആ പരുവത്തിൽ അന്യ ഇമാ ദാന ഇതി അനേകം വിത്തുകളെ ഞാൻ കാണുന്നു. എന്നിട്ട് അവനോട് പറയാണ് ആസാം ഏകാം ബിന്ദി താസാം ഏകാം ബിദ്നി, അതിൽ നിന്ന് ഈ ഒരെണ്ണത്തിനെ എടുത്ത് മുറിക്കാൻ. അപ്പം അതിൽ നിന്ന് ഒരെണ്ണത്തിനെ എടുക്കണമെങ്കിൽ എന്തു വേണം? വല്ല പിന്നോ മൊട്ട് സൂചിയോ എന്തെങ്കിലും വേണം. അതിൻ്റെ അഗ്രം കൊണ്ട് വേണം ഇതിലെ ഒരെണ്ണത്തിനെ കൊണ്ട് എടുക്കാൻ. അവനങ്ങനെ ഒരെണ്ണത്തിനെ എടുത്തു. എന്നിട്ടോ അതിനെ ഛേദിക്കാനാണ് പറഞ്ഞത്. അവനെന്ത് ചെയ്തു? അതിനെ ഛേദിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, അവനോട് ചോദിക്കുക അത്രക്കിം പശ്യസീതി, മോനെ നീ എന്താ കാണുന്നത്? വലിയൊരു വൃക്ഷത്തെ കാണിച്ചു കൊടുത്തു. അതിൻ്റെ അടിഭാഗവും മധ്യഭാഗവും മുകൾ ഭാഗവും ഛേദിച്ചു കഴിഞ്ഞാൽ ജീവജലം ഒഴുകുന്ന കാര്യം പറഞ്ഞു, ഉണങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതിൽ നിന്നിപ്പോൾ ഒരു വിത്തെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, ഛേദിക്കാൻ പറഞ്ഞു. അതിൽ അനേക തരിമാത്രകളുള്ള അണുമാത്രകളായിട്ടുള്ള അനേകം വിത്തുകളെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു, എടുത്തു. ഛേദിക്കാൻ പറഞ്ഞു, ഛേദിച്ചു. എന്താ നീ കാണുന്നത് എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു അച്ഛാ ഭഗവാ എന്നാ കിഞ്ചന ഇതി, എനിക്കൊന്നും കാണുന്നില്ല എന്ന് പറയാം. കാരണം എന്ത് കാണാൻ പറ്റും? ഇപ്പം ചെറിയ പേനിനെ ഇതേപോലെ തന്നെ ഈര് എന്ന് പറയുന്നതിനെ സാധനത്തിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കിയാൽ എന്തെങ്കിലും കാണുമോ? ഒന്നുമില്ല.
ഒന്നും കാണില്ല. അങ്ങനെ ഒന്നും കാണുന്നില്ല. ഭഗവ എന്ന കിഞ്ചന ഇതി, ഞാനൊന്നും കാണുന്നില്ലല്ലോ അച്ഛാ. അപ്പോൾ അവൻ പറയാണ് അച്ഛനോട്, അച്ഛൻ മോനോട് പറയുന്നു, ഹേ ശ്വേതകേതു തം ഹോവാച, അവനോട് പറഞ്ഞു, ഹേ സൗമ്യ, അല്ലയോ കുട്ടി, യം വൈ ഏതം അണിമാനം ന നിഭാലയസേ. യം വൈ, ഏതൊന്നാണോ അണിമാനം, ഏറ്റവും അണുവായിട്ടുള്ള ഈ ഏതൊന്നിനെയാണോ ന നിഭാലയസേ, നീ കാണാതിരിക്കുന്നത്. നീ അതിൽ ഒരെണ്ണത്തിനെ എടുത്ത് ഛേദിച്ചു കഴിഞ്ഞപ്പോൾ നിനക്കിപ്പോൾ അതിൽ നിന്നൊന്നും കാണാനില്ല. എന്നാൽ ഏതസ്യ അണിംനഃ, ആ അണുവിൻ്റെ അണുവിൽ നിന്നാണ് ഏവം മഹാൻ അയം ന്യഗ്രോധ തിഷ്ഠതി, ഈ കാണുന്ന ഏറ്റവും വലിയ വൃക്ഷം. ഈ കാണുന്ന ഏറ്റവും വലിയ വൃക്ഷം ഉണ്ടല്ലോ, അതിൻ്റെ കാരണം നിനക്കിപ്പം നിൻ്റെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ്. അതിൽ നിന്നാണ് ഇത് ആവിർഭൂതമായത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഉപനിഷത്തിൽ പലയിടത്തും പറയും, ഇതെല്ലാം ഈ കാരണശരീരം എന്ന് പറയുന്ന അതിനെയാണ് പ്രകടമാകാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. അതാണല്ലോ നമ്മൾ ഈ ക്ലോണിങ്ങിൽ, ഈ ജനറ്റിക് എൻജിനീയറിങ്ങിലൊക്കെ, പുതിയ ശാസ്ത്രശാഖയിലൊക്കെ നമ്മൾ പഠിക്കുന്നതും അവർ നമ്മളോട് പറയുന്നതും അതാണല്ലോ. ഓരോന്നിലും ഉറങ്ങിയിരിക്കുന്ന, അതായത് അന്തർലീനമായിരിക്കുക, വികസിക്കാത്ത, എന്നാൽ വികസിപ്പിക്കാം. ഇപ്പം ഈ സയൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പരീക്ഷണമുണ്ട്. വിജയിക്കപ്പെട്ട പരീക്ഷണമാണ്. ഇതിലെ പല പരീക്ഷണങ്ങളും വലിയ ഭീമമായ ചിലവേറിയതാണല്ലോ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിജയിക്കപ്പെട്ടിട്ടുള്ള പരീക്ഷണമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കാറിൻ്റെ ഒരു ടയർ പഞ്ചറായി. അങ്ങനെ ഒരു ടയർ പഞ്ചറായി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ടയറുണ്ട്, സ്റ്റെപ്പനി എന്ന് പറയുന്ന ഒരു ടയറും കൂടെ ഉണ്ട്. അതാ നമ്മുടെ ഡിക്കിയുടെ ബൂട്ടിൻ്റെ അടിയിൽ നിന്ന് അഴിച്ചെടുത്ത് അത് ഫിറ്റാക്കുക, എന്നിട്ട് പോവുക, അടുത്ത ടയർ കടയിൽ കൊടുക്കുക, നേരെയാക്കുക. അപ്പോൾ നമ്മളത് യാത്ര അങ്ങനെ അങ്ങോട്ട് മുടങ്ങില്ല. ഇപ്പോഴത്തെ പുതിയ വാഹനത്തിൽ എല്ലാ വാഹനങ്ങൾക്കും ഒന്നും സ്റ്റെപ്പനി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അത് വേറെ കാര്യം. എന്തായാലും ഇപ്പോൾ സ്കൂട്ടർ ഇങ്ങനെയൊക്കെയുള്ള ചിലതിലൊക്കെ എന്തുണ്ട്, സ്റ്റെപ്പനി ഉണ്ട്. ഒരു അഡീഷണൽ എക്സ്ട്രാ ഒരു ടയറുണ്ട്. അത് നമ്മുടെ യാത്ര മുടങ്ങാതിരിക്കാൻ വേണ്ടി, നമുക്ക് അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ചില അവയവങ്ങളുണ്ട്. 2 കാതുണ്ട്, 2 കണ്ണുണ്ട്, ഒന്ന് പോയാലും അത്യാവശ്യം കാണാൻ വേണ്ടി, ഒന്ന് വീക്കായാലും അത്യാവശ്യം കാര്യങ്ങൾ കേൾക്കാനൊക്കെ വേണ്ടിയിട്ട്. എല്ലാം ഇങ്ങനെ 2 2 കൈകളുണ്ട്, 2 കാലുകളുണ്ട്, ചിലതൊക്കെ ഒന്നേ ഉള്ളൂ. ഉള്ളിലെ ആന്തരിക അവയവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിഡ്നി നമുക്ക് 2 ഉണ്ട്. ഇപ്പോൾ അവയവമാറ്റം, നമ്മുടെ ഓർഗനൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് അത് ചേരുന്നതായിരിക്കണം, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പായിട്ട്. നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യാൻ പാടില്ല, ചേരണം. അപ്പോൾ നമുക്ക് ഡോണറെ കണ്ടെത്തണം, അത് കിട്ടണം, സമയത്തിന് കിട്ടണം. ഇപ്പം എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വലിയൊരു ശാസ്ത്രത്തിൻ്റെ ഒരു കണ്ടെത്തലിൻ്റെ ഒരു ഭാഗമാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ അവയവം തകരാറിലായാൽ നമുക്ക് ഡോണറൊന്നും വേണ്ട. നമ്മൾ തന്നെ നമ്മളിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ടോ,
അതിനെയൊക്കെ നമ്മളിൽ നിന്ന് തന്നെ വികസിപ്പിച്ച് ഒരു ബൈ സ്റ്റാൻഡായിട്ട് എന്താ പറയുക വളർത്തി അതിനെങ്ങനെ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം. ഈ അടുത്ത് ചില ലോക നേതാക്കന്മാർ, ഒരു ലോക നേതാവ് വേറൊരു ലോക നേതാവിനെ കാണാൻ വന്നു കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുമ്പം, ലോക നേതാവിൻ്റെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയും. അതൊക്കെ ഒരു അന്താരാഷ്ട്ര ധാരണകളും ഒക്കെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ നേതാവ് അവിടുന്ന് അദ്ദേഹം എവിടെയൊക്കെയാണോ ഇരുന്നത്, ഏത് ടേബിളാണ് ഉപയോഗിച്ചത്, സംസാരിച്ചത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അവരുടെ ആളുകൾ, അതിൻ്റെ ഒരു വിഭാഗം പൂർണ്ണമായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുകയാണ്, കംപ്ലീറ്റ് ആയിട്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു രോമം പോലും അവിടെ ഈ പറഞ്ഞ രാജ്യത്തിന് കിട്ടാത്ത വിധത്തിൽ, എടുക്കാൻ പറ്റാത്ത വിധത്തിൽ അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് അതിനെ മൊത്തത്തിൽ ഇവരെന്ത് ചെയ്യുന്നു, എടുക്കുന്നു, അത്ര സൂക്ഷ്മമായിട്ട്. ഇപ്പം നമുക്കുണ്ട് ഈ കൊലപാതകത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. പല ക്രൈമും നടക്കുമ്പോൾ രക്തത്തിൻ്റെ ഒരു കറ ചിലപ്പോൾ ഒരു വർഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. അത് മതി, അതിൽ നിന്ന് അവർ കണ്ടെത്തും ബാക്കി കാര്യങ്ങളൊക്കെ. അത് തുണിയിലുള്ളതായിരിക്കാം, തലമുടി, അതൊക്കെ പ്രകൃതി ഒരുക്കി വെച്ചത് ഭയങ്കര ഇതായിട്ടാണ്. പെട്ടെന്നൊന്നും നശിക്കില്ലല്ലോ തലമുടി, കത്തിച്ച് കളയാതെ. അപ്പോൾ അല്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ എന്താ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ DNA കിട്ടാതിരിക്കാനും യാതൊരു വിധത്തിലുള്ള സംഗതികളും മറ്റൊരാൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഇതിലൊക്കെ വന്നിരുന്നു, ന്യൂസിലൊക്കെ വന്നിരുന്നു. പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ ക്ലോണിങ്ങിനെ കുറിച്ചൊക്കെ പറയുമല്ലോ, നമ്മുടെ ഒരു രോമത്തിൻ്റെ അഗ്രത്ത് ചെറിയൊരു മാംസത്തിൻ്റെ ഒരു അംശമുണ്ട്. അങ്ങനെ പിഴുതെടുത്താൽ അതിൽ നമ്മളുടെ മുഴുവൻ സാധ്യതയുണ്ടെന്ന്, നമ്മളാകുന്ന ഒരു വ്യക്തി ഉണ്ടതിൽ. വികസിപ്പിച്ചെടുത്താൽ അതിൽ നിന്ന് നമ്മളെ പോലെ വേറൊരാളെ ഉണ്ടാക്കാം, സ്വഭാവത്തിലൊക്കെ മാറ്റം ഉണ്ടാവും. ഇങ്ങനെ പലതിൽ നിന്നും പലതിനെ സൃഷ്ടിക്കാം. അതിലിപ്പോൾ ഈ അടുത്ത ദിവസം ഒരാൾ എന്തോ ഒരു നാടൻ ചെടിയിൽ, അതിൻ്റെ റൂട്ട് ഭയങ്കരമാണ്, സ്ട്രോങ് ആണ്, അതിൽ ഇദ്ദേഹം ഈ തക്കാളിയും മറ്റ് സംഗതികളൊക്കെ ഒരേ സമയം ഗ്രാഫ്റ്റ് ചെയ്ത് വിളയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പലതും ഈ വിശ്വത്തിൽ ഓരോന്നും എന്താ പറയുക, അങ്ങനെ ബദ്ധശത്രുക്കളായിട്ടോ ഇതൊന്നുമായിട്ട് നിൽക്കുന്നതല്ല. നമ്മൾ തന്നെ ഈ പറഞ്ഞ പോലെ അവയവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, രക്തം ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദാനം ചെയ്യാനും എടുക്കാനും കൊടുക്കാനും ഒക്കെ സാധിക്കുന്നു. അപ്പോൾ കുട്ടി ഏറ്റവും കണ്ണിന് പോലും കാണാൻ പറ്റാത്തതായിട്ട്, നിനക്ക് പോലും കാണാൻ പറ്റാത്തതായിട്ടുള്ള അതിൽ എന്തിനാ ഇതൊക്കെ പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ, ഈ ഒരു ചിന്ത നോക്കൂ. ഇതിൽ എന്തുണ്ട്? അതിൻ്റെ ഉള്ളിൽ ഉറങ്ങിയിരിക്കുകയാണ് ഈ വലിയ വൃക്ഷം. വസിഷ്ഠൻ രാമന് ഇതുപോലെ ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. ഒരു മയില് നൃത്തം വയ്ക്കുന്ന സമയത്ത് ആ മയിലിനെ ചൂണ്ടി രാമനോട് വസിഷ്ഠൻ പറയുന്നുണ്ട്, രാമ, നീ ആ മയിലിൻ്റെ നൃത്തം കാണൂ, അതിൻ്റെ പീലികളുടെ ആ വർണ്ണരാജികളൊക്കെ കാണൂ, നോക്കൂ, എന്ത് മനോഹരമാണ് അതിൻ്റെ പീലി, എന്തൊരു കളർ കോമ്പിനേഷനാണ് അല്ലേ, എന്ത് രസമാണ് കാണാൻ. ഈ കന്യാകുമാരിയിലൊക്കെ പോയാൽ, കന്യാകുമാരി മാത്രമല്ല, തമിഴ്നാട്, പാലക്കാട് ഒക്കെ ഉണ്ട്. ഇവന്മാർ വന്നിട്ട് ഇങ്ങനെ ശരിക്കും അങ്ങോട്ട് നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഡാൻസൊക്കെ അങ്ങനെ അങ്ങോട്ട് വിരിച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. ഭയങ്കര ശരിക്കും നന്നായി പെർഫോം ചെയ്യും.
എന്നിട്ട് നമുക്ക് തൃപ്തിയായി ഒക്കെ വന്നു കഴിഞ്ഞാലാണ് മടക്കിയിട്ട് പോവുക. ഷട്ടർ ഇടുന്നത് കാണണ്ട ഇങ്ങനെ ടൊറന്നാക്കി, എന്നിട്ട് വാലും നീട്ടി പോകുന്നു. പിന്നെ വസിഷ്ഠൻ രാമൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് മയിലിൻ്റെ മുട്ടയിലേക്കാണ്. രാമ, നീ കണ്ട എല്ലാം തന്നെ നിനക്ക് ഇതിൽ കാണാം. അവിടെ എങ്ങനെ കാണണം? ജ്ഞാനചക്ഷുസ് കൊണ്ട്. അപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും വന്നതാണോ? അല്ല, എല്ലാം അന്തർലീനമായിരിക്കുക. കോഴിമുട്ടയ്ക്കകത്ത് ഈ പറഞ്ഞ പൂവൻ്റെയൊക്കെ തൂവലും പൂവൻ്റെ ആ എന്താ പറയുക, പൂവൻകോഴിയോ പെടക്കോഴിയോ എന്തോ ആവട്ടെ, പൂവൻകോഴിക്കൊക്കെ ഉണ്ടല്ലോ ഒരു വാല് വേറെ തന്നെ വേറിട്ട് നിൽക്കുന്ന വലിയൊരെണ്ണം. നമ്മൾ വിചാരിക്കും ഇപ്പം അത് വിഴുന്നു, ഒന്നുമില്ല, അതിൻ്റെ സ്റ്റൈലാണത്. അതിൻ്റെ ആ താടി, അതിൻ്റെ പൂവ്, കൊക്ക്, കണ്ണ്, അതിൻ്റെ ആ ശബ്ദം ഉണ്ടല്ലോ. ഒരു കോഴിമുട്ടയ്ക്കകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഒരു കോഴി. ഇങ്ങനെ ഓരോന്ന് കാണുന്നിടത്ത് ഉപനിഷത്ത് ആ ഒന്നിൽ നിന്ന് ഈ വിശ്വത്തെ മുഴുവൻ, ത്രിവത്കരണത്തിന് കാരണഭൂതമായിട്ടുള്ള അഗ്നിയും ജലവും ഭൂമിയും ആകാശവും വായു പഞ്ചീകരണത്തിലൂടെ കണ്ടാൽ പലതിൽ നിന്ന് ഒന്നിലേക്ക്, ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് അതാണ്. ബാക്കി നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.